നാളത്തെ ബ്രേക്ക്ഫാസ്റ്റ് നെയ് റോസ്റ്റ് ആക്കാമെന്ന് വെച്ചു. അപ്പോൾ അതിന് 2 ഗ്ലാസ് അരിയും 1 ഗ്ലാസ് ഉഴുന്നും ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈവനിങ്ങിൽ അരച്ചെടുക്കാം. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. അപ്പോൾ ഈവനിങ്ങിൽ ഞാനിപ്പോൾ അരയ്ക്കാൻ എടുത്ത് നോക്കുകയാണ്. അപ്പോൾ ഒരു 2-3 വട്ടമായിട്ട് അരച്ചെടുക്കണം. എൻ്റെ ജാർ അത്ര വലിപ്പമുള്ളതല്ല, അതുകൊണ്ട് ഒരു 3 വട്ടമായിട്ട് അരച്ചെടുക്കണം. അപ്പോൾ ഇതിൽ പിന്നെ ഞാൻ ചേർക്കണത് ഈ 1 ഗ്ലാസ് ഉഴുന്നും 2 ഗ്ലാസ് അരിക്കും ഒരു 1/2 ഗ്ലാസ് ചോറ് ഞാൻ ചേർക്കുന്നുണ്ട് കേട്ടോ. പിന്നെ 1 സ്പൂണിൻ്റെ ഉലുവ ഇട്ടിട്ട് നമുക്ക് വേണമെങ്കിൽ കുതിർത്താൻ വയ്ക്കുമ്പോൾ അരിയുടെ കൂടെ ഉലുവ ഇടാം. പക്ഷെ ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ ഉലുവ പൊടിയുള്ളൂ. അപ്പോൾ ഞാനൊരു ചെറിയ സ്പൂൺ ഉലുവപ്പൊടിയും ഉപ്പും ഇതിൻ്റെ കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ എല്ലാതും അരച്ചെടുക്കുകയാണ്. ഒരു 3 വട്ടമായിട്ട് അരച്ചെടുക്കണം. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് ഞാൻ അരച്ച് കൊണ്ടുവരാം. ഞാൻ വെള്ളമൊക്കെ ഉപയോഗിക്കുന്നത് ഈ നമ്മൾ കുതിർത്താൻ വെച്ച വെള്ളം തന്നെയാണ് കേട്ടോ. അപ്പോൾ അത് അരച്ച് കൊണ്ടുവരാം. അപ്പോൾ എല്ലാതും ഞാൻ അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ ഈ പറഞ്ഞോണം ഉലുവപ്പൊടി ഒരു ചെറിയ സ്പൂണും ഒരു ചെറിയ സ്പൂൺ ഉപ്പ് ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിപ്പോൾ ഒക്കെ കൂടിയിട്ട് നമുക്ക് കൈ കൊണ്ട് തന്നെ ഇളക്കി യോജിപ്പിച്ച് നമുക്ക് ഫെർമെൻറ്റേഷൻ വയ്ക്കാം. അപ്പോൾ കൈ കൊണ്ട് തന്നെ ഇളക്കി യോജിപ്പിക്കുകയാണ് നല്ലത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് പെട്ടെന്ന് ഫെർമെൻറ്റ്. പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ചൂടുകാലമായതുകൊണ്ട് വേഗം പൊന്തി വന്നോളും. നമ്മൾ കിടക്കണ നേരമാകുമ്പോഴേക്കും ഇതായി വരും. ഇതാണ് അതിൻ്റെ പാകം ദോശയ്ക്ക് കേട്ടോ. അല്ലാണ്ട് കട്ടി കൂടുതൽ വേണ്ട. ഒരു 1/2 ഗ്ലാസ് എന്ന് പറഞ്ഞാൽ ഞാനൊരു ചെറിയ ഗ്ലാസിൻ്റെ 1/2 ഗ്ലാസ് ചോറ് എടുത്തിട്ടുള്ളൂ കേട്ടോ. ഒന്ന് ചെറിയ സോഫ്റ്റ്നെസ്സിന് വേണ്ടിയിട്ട്. അപ്പോൾ അതിന്ന് രാവിലെ ഞാനത് എടുത്തൊക്കെയാണ് നമുക്ക് ദോശയാക്കി എടുക്കാം. നെയ്യ് എടുത്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഇരുമ്പ് ചട്ടിയിലാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാനൊരു സബോള ഇട്ടിട്ട് ഞാനിങ്ങനെ നെയ്യിട്ടിട്ട് ആദ്യം ആക്കും. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിലത്തെ അഴുക്കുകളൊക്കെ കഴുകിയിട്ടാണ്, എന്നാലും കൂടി വല്ല കറി ഉണ്ടെങ്കിലൊക്കെ പോയി കിട്ടുക. ഞാൻ ദോശ ഒഴിച്ചിട്ടുണ്ട്. ഇനി അതിന് ഒരു ചെറിയ കളർ ചേഞ്ച് വരുമ്പോൾ നമ്മൾ അതിലേക്ക് നെയ്യ് ഒന്ന് മീതെ ഒഴിച്ച് കൊടുക്കും. എന്നിട്ട് തവി വെച്ചിട്ട് നന്നായി അതിൻ്റെ മോൾ ഭാഗം നന്നായി ഒന്ന് ഇതാക്കി എടുക്കുക. അതിൻ്റെ മുകളിലൊക്കെ പറ്റിപ്പിടിച്ച് പൊന്തി നിൽക്കണതൊക്കെ ഒന്ന് പരത്തി കൊടുക്കുക. ഇത് നല്ല മൊരിഞ്ഞ നെയ് റോസ്റ്റ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. എന്താ ഞാനൊരു സബോളയാണ് എപ്പോഴും വെക്കുക ഇതിലേക്ക് കേട്ടോ, നമ്മുടെ ഇരുമ്പ് ചട്ടിയിലേക്ക്. അപ്പോൾ നെയ് റോസ്റ്റ് ഞാൻ അതിനൊരു കളർ മാറ്റം വരും. ഒരു ചുമന്ന കളർ കാണുന്നുണ്ടോയെന്നറിയില്ല. അങ്ങനെ വരുമ്പോഴാണ് ഞാൻ അതിലേക്ക് നെയ്യ് ഒഴിച്ച് കൊടുക്കുക എല്ലായിടത്തേക്കും. തവി വെച്ചിട്ട് അതിൻ്റെ മോൾ ഭാഗമൊക്കെ പൊന്തി നിൽക്കണതൊക്കെ പരത്തി, നമ്മൾ ഹോട്ടലിലൊക്കെ അങ്ങനെയാണല്ലോ, തവി വെച്ചിട്ട് അത് ആ മുകളിലത്തെ തിണ്ട് പോലെ നിൽക്കണതൊക്കെ ഇപ്പോൾ കളർ ചേഞ്ച് വേണ്ട. നന്നായി മൊരിഞ്ഞ ദോശ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നെയ് റോസ്റ്റ് കഴിക്കാനായിട്ട് നമ്മൾ ഹോട്ടലിലൊന്നും പോകേണ്ട ആവശ്യമില്ല. നല്ല നെയ് റോസ്റ്റ് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. നെയ്യ് ഒരിക്കൽ ഞാനൊരു സ്പൂണൊക്കെ ഒഴിക്കും കേട്ടോ. തവി കൊണ്ടൊന്ന് കാണിച്ച് നമ്മൾ മൊരിയുമ്പോൾ അങ്ങോട്ട് എടുക്കാം. ചൂട്ടോടെ കഴിക്കണം. ഞാൻ ഏറ്റവും ലാസ്റ്റ് ദോശ ഉണ്ടാക്കുള്ളൂ, കാരണം കഴിക്കാൻ പോണ നേരത്ത്. അപ്പോൾ നല്ല ചൂട്ടോടെ കഴിക്കണം. നെയ്യ് ഒഴിച്ചിട്ടുള്ള എന്താ ഇതാണ് നമ്മുടെ നെയ് റോസ്റ്റ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.